നമസ്കാരം. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ അതിശക്തമായ മണ്ണിടിച്ചിൽ കേരളത്തെ വീണ്ടും വലിയൊരു പ്രകൃതി ദുരന്തത്തിന്റെ ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കള്ളാടി മീനാക്ഷി പാലത്തിനടുത്തുള്ള കുന്ന് വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിലേക്കും അടുത്തുള്ള പുഴയിലേക്കും ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. വാഹനങ്ങളും മണ്ണിനടിയിലായിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാക്കിക്കൊണ്ട് ഒരാളുടെ മരണം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 5ലധികം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി അറിയിച്ചു. ദുരന്ത സ്ഥലത്ത് 18ലധികം ആളുകൾ മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുകയാണ്. ഓടിക്കോ ചങ്ങായി. എടാ ഇവിടെ മൊത്തം പൊട്ടിക്കണ്ടോ. മീനാശിന്റെ ഇപ്പുറത്ത് ആരും വരല്ലേ, അങ്ങോട്ടുള്ളവരൊക്കെ ശ്രദ്ധിച്ചോ. ഈ മീനാശിന്റെ അവിടെ നല്ല പൊട്ടി മൊത്തത്തിൽ വന്നിക്കണേ. ആൾക്കാർ അവിടെ വണ്ടിയിലുണ്ട്, ബസ്സൊക്കെ അടിയിലായി. പൊക്കിക്കണി. നിരവധി വാഹനങ്ങളും നിർമ്മാണ സാമഗ്രികളും മണ്ണിനടിയിൽ ആയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തൊഴിലാളികളുടെ ഷെഡിന് മുകളിലാണ് മണൽക്കൂന ഇടിഞ്ഞു വീണത് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മേപ്പാടി പ്രദേശത്ത് അതിതീവ്രമായ മഴ പെയ്തിരുന്നു. ഭീമമായ അളവിലാണ് ഇവിടെ മഴ രേഖപ്പെടുത്തിയതും. മലയോര മേഖലകളിൽ ഇത്രയും വലിയ അളവിൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ മൺപാളികളുടെ ഘടന അയയുകയും അത് വൻതോതിലുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമാവുകയും ചെയ്യും. തുരങ്കപാത പോലുള്ള വൻകിട വികസന പദ്ധതികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ഭൂമിയുടെ സ്വാഭാവികമായ പ്രതിരോധ ശേഷിക്ക് കോട്ടം തട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണ് മാറ്റുന്നതും പാറകൾ തുരക്കുന്നതുമെല്ലാം കനത്ത മഴ പെയ്യുമ്പോൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സങ്കീർണമായ ഭൂപ്രകൃതിയുള്ള വയനാടൻ മലനിരകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന വസ്തുതയിലേക്കാണ് ഈ ദുരന്തം വീണ്ടും വിരൽ ചൂണ്ടുന്നത്. സംഭവത്തിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ദുരന്ത വിവരം അറിഞ്ഞ ഉടൻ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അതിവേഗം സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കനത്ത മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘവും സംഭവ സ്ഥലത്ത് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ടീമിന് പുറമെ 30 അംഗ മറ്റൊരു പ്രത്യേക ടീം കൂടി ദൗത്യത്തിൽ പങ്കാളികളാകും. പ്രാദേശിക ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും പോലീസും അഗ്നിശമന സേനയും കൈകോർത്താണ് മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തിറക്കാനുള്ള കഠിന ശ്രമം നടത്തുന്നത്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതിവേഗത്തിലുള്ള ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ഏകോപിപ്പിക്കാനും ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ദുരന്തത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി അടിയന്തര സംഭാഷണം നടത്തുകയും സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏകോപിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി റവന്യൂ, കൃഷി വകുപ്പ് മന്ത്രിമാരോട് എത്രയും വേഗം വയനാട്ടിലേക്ക് എത്താനും ആവശ്യമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇനിയൊരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് അധികൃതർ. തുരങ്കപാത നിർമ്മാണം പോലുള്ള വലിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കള്ളാടിയിലുണ്ടായ ഈ ദുരന്തത്തിൽ ഒട്ടനവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് മൺകൂനുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്.
അതേസമയം ഇതൊരു സ്വാഭാവിക ദുരന്തമല്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണത്തിനോടനുബന്ധിച്ച് കൂട്ടിയിട്ട മൺകൂനയാണ് ഇടിഞ്ഞു വീണത് എന്നൊരു വിവരം കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത്.